അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം സാമ്പത്തിക കണക്കുകളിൽ സുതാര്യത വേണമെന്നും കോടതി പറയുന്നുണ്ട്. പ്രതിനിധികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകരുത് എന്ന് ഹൈക്കോടതി പറയുന്നു. ഒപ്പം സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നുമുള്ള നിർദ്ദേശത്തോടെയാണ് ഹൈക്കോടതി അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഹർജികളെല്ലാം തള്ളിയിരിക്കുന്നു. സാഹചര്യത്തിൽ പല സംശയങ്ങൾ, പല തരത്തിലുള്ള എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോടതിയിൽ ഹർജികളായി എത്തിയിരുന്നു. അയ്യപ്പ സംഗമം നടത്തുന്നതിലെ ഉദ്ദേശം, അയ്യപ്പന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നതിലെ പ്രശ്നം, ധനലക്ഷ്മി ബാങ്കിൽ സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പുതിയ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, ഈ ഹർജികളെല്ലാം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നു. അതിൽ ചില നിബന്ധനകൾ ഉള്ളത് പവിത്രതയെ, ശബരിമലയുടെ പവിത്രതയെ ഒരു തരത്തിലും ബാധിക്കരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക കണക്കുകളിൽ സുതാര്യത വേണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹർജി കോടതി പരിഗണിച്ചിരുന്നു. ആ വിഷയത്തിൽ സർക്കാരിനോട് കൃത്യമായ എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നതെന്നും ഈ ലഭിക്കുന്ന സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന പണം എങ്ങനെ ഉപയോഗിക്കുമെന്നൊക്കെയുള്ള കാര്യത്തിൽ സുതാര്യത വേണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി ലഭിച്ചിരിക്കുന്നു. സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്, നിർദ്ദേശിക്കുന്നത്? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃത്യമായി തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ശബരിമലയിൽ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നു. ശരി, മുസ്തഫയിലേക്ക് വരാം. സാമ്പത്തിക കണക്കുകളിൽ സുതാര്യത വേണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഹർജികളിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള വലിയ കാര്യങ്ങളിൽ എല്ലാം വ്യക്തത വരുത്തിക്കൊണ്ട്, ഇല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. സാമ്പത്തിക കാര്യത്തിൽ സുതാര്യത വേണം, ഒപ്പം തന്നെ ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുതെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഈ പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പരിരക്ഷ നൽകരുതെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ഹർജിയിലുണ്ടായിരുന്നത് സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചുള്ള ആശങ്കയായിരുന്നു. അതിനും ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകുന്നു. സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് കോടതി നൽകുന്നത്. എനിക്ക് ഷുക്കൂർ കൂടി ചേരുന്നുണ്ട്. ഷുക്കൂർ, അനുമതി ലഭിച്ചിരിക്കുന്നു സർക്കാരിനെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന വലിയ നേട്ടമാണ്. അതെങ്ങനെ വിലയിരുത്തുന്നു? ദിവ്യ, ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഇപ്പോൾ ഹൈക്കോടതി സംസ്ഥാന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുമതി നൽകിയിരിക്കുന്നു. ശബരിമലയുടെ പവിത്രതയെ ഈ വിവാദങ്ങളൊന്നും തന്നെ ബാധിക്കരുത്. അതുപോലെ തന്നെ ഈ അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ ബാധിക്കരുത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ സുതാര്യത വേണം. ഒപ്പം തന്നെ പ്രതിനിധികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകരുത്. സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൂടി വെച്ചാണ് ഇപ്പോൾ ജസ്റ്റിസുമാരായ KV ജയകുമാർ, രാജ വിജയരാഘവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയ ഒരു തീരുമാനമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇത് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് എന്നൊരു വിമർശനമാണ് ഉയർന്നിരുന്നത്. അതിപ്പോൾ ഇന്നലെ വാദം പൂർത്തിയാക്കി ഇന്നിപ്പോൾ വിധി പറയാനായി മാറ്റിവെക്കുകയായിരുന്നു. അവിടെ UP-യിൽ കുംഭമേള നടത്താമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ അയ്യപ്പ സംഗമം നടത്തിക്കൂടാ എന്നടക്കമുള്ള ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാർ ഇന്നലെ കോടതിയിൽ ചോദിച്ചു. അതിനെല്ലാം ശേഷം ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്താം. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രം. ഇതിൽ കർശന നിർദ്ദേശങ്ങളുണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. അതിൽ നേരത്തെ ഹർജിയിലുണ്ടായിരുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതിൽ സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. സ്പോൺസർഷിപ്പിലൂടെ വരുന്ന പണം, ഒപ്പം തന്നെ ആരംഭിച്ചിരിക്കുന്ന ധനലക്ഷ്മിയുടെ അക്കൗണ്ടിൽ വരുന്ന പണം, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത്, അതിൽ എത്രത്തോളം സുതാര്യത വരുത്താൻ സാധിക്കും എന്നതുകൂടി അറിയേണ്ടതുണ്ട്. സർക്കാർ ഏത് തരത്തിലായിരിക്കും അതിൽ സുതാര്യത വരുത്തുക? അതാണല്ലോ പ്രധാനപ്പെട്ട നിർദ്ദേശം ഹൈക്കോടതിയുടെ. ശബരിമലയുടെ പരിസ്ഥിതിയെ ഈ സംഗമം ദോഷകരമായി ബാധിക്കരുത് എന്ന് കൂടി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലുണ്ട്. ഒപ്പം തന്നെ ചില കൂടുതൽ നിർദ്ദേശങ്ങൾ കൂടി ഈ വിധി പകർപ്പിന്റെ ഭാഗമായി വരാനിരിക്കുന്നതേയുള്ളൂ. അതിന് വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ കഴിയും. ഈ
ഈ കുംഭമേള മാതൃകയിൽ പരിപാടി സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ ഇന്നലെ പറഞ്ഞിരുന്നു. തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഗോവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ ദേവസ്വം മന്ത്രിമാർ ഈ സംഗമത്തിൽ പങ്കെടുക്കും. ആളുകളിൽ നിന്ന് പണം ശേഖരിച്ച് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്? അയ്യപ്പ സംഗമം നടക്കും. ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ചിരിക്കുന്നു. കർശന നിർദ്ദേശങ്ങളോടെയാണ് ഹൈക്കോടതിയുടെ അനുമതി.